കോഴിക്കോട് ഹൽവ സംഗമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു സംഗമമാണ് ഹൽവകളുടെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഹൽവ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ചേട്ടാ കുറിച്ച് തരും. ഇതിൽ ഏത് പോപ്പുലർ ഏതാണ്? നമ്മൾ ഗീല് ചെയ്യുന്ന റെഡ്. ഗീല് ചെയ്യുന്ന റെഡ്. ഓക്കെ, അത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓ തീർച്ചയായിട്ടും. ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലോ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് എല്ലാം ടേസ്റ്റ് ചെയ്യുന്നത്. സൂപ്പർ ചേട്ടാ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ബിക്കോസ് എൻ്റെ ഫേവറേറ്റ് ആണത്. തീർച്ചയായും നമ്മൾ വർക്ക്ഷോപ്പ് പോയിട്ട് നോക്കല്ലോ എങ്ങനെ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഹൽവ റൂമിലെത്തി. ഷംസൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് ഷടപടയെന്ന് കാര്യങ്ങളാവട്ടെ, നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോഴേ ഈ ഹൽവ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന് പല സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഈ മൈദ കുതിർത്ത് വെക്കുക എന്ന് പറയുന്നത്. നമ്മുടെ അലി ചേട്ടൻ ഇത് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഹൽവ റൂമിൻ്റെ അകത്തുള്ള ഒരു വേറെ സെക്ഷനാണ്. ഇത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇനി ഹൽവ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് മൈദ കുതിർക്കുന്നതെന്ന് നോക്കാം. അലിച്ചേട്ടാ, എത്ര നാളായി ചേട്ടൻ ഇത്? ഞാനൊരു 30 വർഷം കഴിഞ്ഞു. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അലിച്ചേട്ടനാണ് നമുക്ക് വേണ്ടി മൈദ കുഴക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. ഇത് എത്ര ഓൾറെഡി മൈദ ഇതിൻ്റെ അകത്തുണ്ടല്ലോ? ഒരു 90 കിലോ മൈദ ഉണ്ട്. 90 കിലോ മൈദ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണിക്കാൻ വേണ്ടി ഇവർ എക്സ്ട്രാ മൈദ കുഴച്ച് എങ്ങനെയാണ് ഇതിനി ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. എന്നിട്ട് ആ കുഴച്ച മൈദ മുഴുവൻ, ഇത് വെറും വെള്ളമല്ലേ ചേട്ടാ? വെള്ളം. ഇത് വെറും വെള്ളത്തിലാണ് കുഴച്ച മൈദ മുഴുവൻ അവർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് നേരത്തെ കുഴച്ച് വെച്ച മൈദ മുഴുവൻ ഇതിലേക്ക് ഇട്ടു. പക്ഷേ ഇത്രയും വെള്ളം ഉള്ളപ്പോൾ അത് കുഴയ്ക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ചണ്ടി വരാനായിട്ട് നമ്മൾ ഇത് ഇളക്കുവാണ്. നമ്മൾ സാധാരണ ഈ പാലാണ് ഇപ്പം മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ അഴുക്ക് എന്ന് പറയുന്നതാണ് ഈ ചണ്ടി. അപ്പോൾ ഇതിങ്ങനെ ഇളക്കുമ്പോൾ പുറത്ത് വരും അല്ലേ? അതിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. അതാണ് മാവ്. ഈ പാല് കട്ടിയാവുമ്പോൾ കിട്ടുന്നതാണ് ആ മാവ്. എല്ലാവർക്കും ഹൽവ കഴിക്കാൻ ഇഷ്ടമാണല്ലോ. അത് ഉണ്ടാക്കുന്ന എന്ത് പ്രയാസം നിറഞ്ഞ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് അരിപ്പ പോലെ അല്ലേ ചേട്ടാ? അപ്പം ഇത് ഇങ്ങനെ ഒരു തുണിയാണ്, ഇത് ചെണ്ടയല്ല. ഇതിങ്ങനെ ഇതിനെ ഒഴിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുവാണ് ഇതിലത്തെ വേസ്റ്റ്. അപ്പോൾ നമുക്ക് പാൽ മാത്രം കിട്ടും. പാൽ മാത്രം കിട്ടുമ്പോൾ അത് നമുക്ക് 3 ദിവസത്തോളം വെക്കണം അല്ലേ ചേട്ടാ? 3 ദിവസത്തോളം ആ പാല് മാത്രം വെച്ചിട്ട് അത് തിക്കാവുമ്പോഴാണ് നമ്മളത് ഹൽവയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ അകത്ത് പോകാത്ത സാധനമാണ് ഇതിന്റെ വേസ്റ്റ്. ഓബ്വിയസ്ലി അങ്ങനെയാണ്. അകത്ത് പാല് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പാലാണ് നമുക്ക് ഹൽവയ്ക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ള സാധനം. ഇപ്പൊ ഈ ചണ്ടി വേറെ എന്തിനെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ചേട്ടാ? അത് വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന മൈദ വേസ്റ്റ് തന്നെയാണ്, വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൽവയ്ക്ക് ഇപ്പൊ എന്താ ചേട്ടാ വില? അലുവ 60 മുതൽ 300, 200 വരെ എല്ലാ ടോപ്പ് വില ഉണ്ട്. പല സൈസ് അലുവൊക്കെ അലുവന്റെ ക്വാളിറ്റി അനുസരിച്ച് വില ഉണ്ട്. ഇതാണ് അതിന്റെ വേസ്റ്റ്. ഇതാണ് വേസ്റ്റ്. ഇതാണ് നമ്മൾ ഇത് പുറത്തെടുക്കാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇത് മൈദയാണ്, പക്ഷെ ഇതാണ് വേസ്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഹൽവയിൽ. ഇതിന് ഈ വരുന്ന പാലാണ് നമ്മൾ ഹൽവയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്കിനി ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ അലിച്ചേട്ടൻ നമുക്ക് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടി മൈദ പാൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഫോളോ മീ. നമ്മളിപ്പോൾ ചെയ്യുന്നത് 35 കിലോ ഹൽവ ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാവെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയ പാല് തന്നെയാണ്. 3 ദിവസം വെച്ച് തിക്കാവുമ്പോൾ കട്ട ഇങ്ങനെ ഈ ഒരു പരുവാവുന്ന വരെ 3 ദിവസം കഴിയുമ്പോൾ ഈ പരുവാവും. പിന്നെയാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് 35 കിലോ. ഓക്കെ, ഇപ്പം ആ കപ്പ് കാണിച്ചേ. ഇതിൽ 3 പാട്ടാ. ഇത്രയും വേണോ അപ്പം 35 കിലോ ഹൽവ ഉണ്ടാക്കണമെങ്കിൽ? ഓക്കെ, 20 കിലോ പഞ്ചസാര. എൻ്റെ ദൈവമേ. ഓക്കെ, അപ്പം നമുക്ക് ഹൽവ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? സിദ്ദിഖ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര് കേട്ടോ. ഇത് ഹൽവ ഉണ്ടാക്കുന്ന വെച്ചാൽ കുറേ പേര് ആവശ്യമുണ്ട് ഇതിന് അല്ലേ? 3 പേര് വേണം മിനിമം. അപ്പം നമ്മളിപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. ഭയങ്കര ചൂടാണ്.
അപ്പോൾ ഇനി ആദ്യം നമ്മൾ വെള്ളമാണ് വെക്കാൻ പോകുന്നത് ഇതിൽ. എൻ്റെ ദൈവമേ, ഭയങ്കര ചൂടാട്ടോ ഇത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഹൽവയ്ക്ക് നല്ല മധുരമാണെങ്കിലും ഹൽവ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം നിൽക്കുമ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി നീ ഷോ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. എത്ര വെള്ളമാണ് ചേട്ടാ? 5 ലിറ്റർ വെള്ളവും പിന്നെ എത്ര കിലോ പഞ്ചസാരയാണ്? ഓക്കെ, 15 കിലോ പഞ്ചസാരയും 5 ലിറ്റർ വെള്ളവും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ആദ്യം അലിയിച്ചെടുക്കുവാണ്. കിലോയിൽ കൂടുതലുള്ള ഒരു കരണ്ടിയാണ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വെള്ളം പിന്നെ പഞ്ചസാര 15 കിലോ പഞ്ചസാര, പിന്നെ മിക്സ് ചെയ്ത കളറും, പിന്നെ നമ്മൾ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. അത് ISO മാർക്കുള്ള കളറാണ്. അയ്യോ എൻ്റെ ദൈവമേ. ഇനി എന്താ ചേട്ടാ? ഇനി അത് പാകമായി കഴിഞ്ഞാൽ അതിലേക്കുള്ള മാവ് മാത്രമേ വരുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര ഈസിയാന്ന്. അല്ല, ഭയങ്കര ചൂടാണ്. ഇത് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ഡിഗ്രി ചൂടാണത്. ഈ ചൂട് വളരെ എന്റെ മേക്കപ്പ് ഒക്കെ പോയില്ല ചേട്ടാ. മേക്കപ്പ് മാത്രം, ഞങ്ങളെ മേക്കപ്പ് ഇവിടുന്ന് വന്ന് ഞങ്ങൾ വളരെ വെളുത്തിട്ടായിരുന്നു. ഇവിടെ അമ്മന്റെ സാഹ പോയി ഞങ്ങളെ കഥ അവരുടെ മേക്കപ്പും മൊത്തം പോയി കിടക്കുക ഞങ്ങളത്. ആർക്കും ഇനി മേക്കപ്പ് ഇല്ല, എല്ലാവരുടെയും തനി സ്വരൂപം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ഞങ്ങൾ കയറിയിട്ട് അതിൽ മാവ് ഒഴിച്ച് ഞങ്ങൾ അതിന്റെ രൂപത്തിൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹൽവ ഉണ്ടാക്കാനുള്ള രൂപത്തിലേക്ക് മാവ് ഒഴിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടി ചെയ്യാമെന്ന് കൊടുക്കുക. കിലോ പഞ്ചസാര ഒഴിക്കും. ഇതിൽ മാവ് ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. 15 കിലോ പഞ്ചസാര, 5 ലിറ്റർ വെള്ളം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവ് ഫിൽറ്റർ ചെയ്തിട്ട് അതിന്റെ പാല് മാത്രം, മൈദയുടെ പാല്, അതെ അതിന്റെ പാല് മാത്രം 8 കിലോ പാലുണ്ടാവും. 8 കിലോ പാല്, മൈദന്റെ പാല് 8 കിലോ ഉണ്ടാവും. അപ്പൊ 35 കിലോ നമ്മൾ ഉണ്ടാക്കുവാണ് ഹൽവ. 20 കിലോ പഞ്ചസാര ഇതിൽ ടോട്ടൽ ഉണ്ടാവും. ആദ്യം 15 കിലോ പഞ്ചസാര ഇടുള്ളൂ. അതിനുശേഷം 5 കിലോ പഞ്ചസാര. ഇത് ഹൽവ സെറ്റ് ആയതിനു ശേഷം ഇത് എണ്ണക്ക് ഒഴിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ 5 കിലോ പഞ്ചസാര ഇടുള്ളൂ. ഇപ്പം കളർ ചേർത്തുകൊണ്ടാണ്. ഇന്നിപ്പം ഇത് റെഡ് RKG റെഡ് എന്ന് പറയും. മെയിൻ ആയിട്ട് നെയ്യാണ്. അതെ, RKG നെയ്യാണ്. കുറച്ച് നിർത്താൻ വരുമ്പോ നിർത്താം. ഓക്കെ. ചൂടാണ്. എന്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചേട്ടന്മാരെ സമ്മതിക്കണം കേട്ടോ ഇത്രയും ചൂടില്. പിന്നെ ഈ ഹൽവയ്ക്ക് ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. ആരെങ്കിലും എപ്പോഴും ഇറക്കിക്കൊണ്ടേ ഇരിക്കണം, ഭയങ്കര ശ്രദ്ധ പിടിച്ചു വെട്ടണം, എല്ലാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. ഹൽവ എപ്പോഴും എന്നെ ഇളക്കുന്നു പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പൊ 4-3 പേരില്ലെങ്കിൽ നടക്കൂല. ഇപ്പം എണ്ണയാണോ? എന്തെണ്ണ? കോക്കനട്ട്. വെളിച്ചെണ്ണയാണ് ഇപ്പൊ ഒഴിച്ചത്. അത് എത്ര വെളിച്ചെണ്ണ ഒഴിച്ചത്? വെളിച്ചെണ്ണ 30 കിലോ ഉണ്ടാവും. ഓക്കെ. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയത്, മൈദ എല്ലാം ഇങ്ങനെ പിരിഞ്ഞു വരുന്നു അല്ലേ? പിരിഞ്ഞു വരും, അതെ. ഓക്കെ. അപ്പൊ മൈദയൊക്കെ ഇപ്പൊ പിരിഞ്ഞു വരുന്നു. അപ്പൊ ഇനി മെയിൻലി മൈദ ഫ്രൈ ചെയ്യുന്നതാണ് ഹൽവ. മൈദ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നത് ഹൽവയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഒന്നിനും ഫിൽറ്റർ ചെയ്യില്ല. അത് ശരിക്കും ചണ്ടി, ഒരു ചാക്ക് മൈദയില് 90 കിലോ മൈദയില് 35 കിലോ അതിന്റെ ചണ്ടി തന്നെ ഉണ്ടാവും. അത് ഞങ്ങൾ വേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പൊറോട്ട ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതില് ചീത്തയായിട്ടുള്ളതൊക്കെ മാറ്റി, അതായത് ചണ്ടി കളയുന്നുണ്ട്, കളയും. പാല് മാത്രം. ഓക്കെ. അതേമാതിരി പഞ്ചസാര നല്ല പ്യൂർ പഞ്ചസാര ആയിരിക്കണം. കോക്കനട്ടും അതേമാതിരി പ്യൂർ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു കാറിൽ വരും. ചേട്ടൻ കയറിക്കോളൂ. കണ്ടില്ലേ, ഇത് ആൾക്കാർ മാറി മാറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം ഹൽവ ഏകദേശം ആയും കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ഒരു 20 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം. ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് മൂട് പിടിച്ച് ഹൽവ കേടുവരും. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് മറിഞ്ഞ് ഇപ്പോൾ 130-140 ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ ഇത് കത്തി കൊടുക്കുന്നത്. ഈ കത്തുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഇതിങ്ങനെ ചട്ടം കൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ പഞ്ചസാര ഇട്ട് ഇപ്പോൾ 20 കിലോ പഞ്ചസാര ആയി. ഇനിയിപ്പോൾ അത്
20 കിലോ പഞ്ചസാര ഉണ്ട്, 8 കിലോ മാവ് ഉണ്ട്, 8 കിലോ മാവ്, 30 കിലോ എണ്ണ ഉണ്ട്, 30 കിലോ വെളിച്ചെണ്ണ അതിലുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ പാലൊഴിച്ചു, 8 കിലോ പാല്, ഒരു 5 ലിറ്ററിന്റെ അടുത്ത് വെള്ളം ഉണ്ടാവും. വെള്ളം 5 ലിറ്റർ വെള്ളമാണ് ആദ്യം ഒഴിച്ചിരുന്നത്. അതിലാണ് പഞ്ചസാര അലിയിച്ചെടുത്തത് 15 കിലോ. പിന്നെ നമ്മൾ കുറച്ച് കളറും ചേർത്തു. ഇത് RKG ഹൽവയാണ്, നമ്മൾ റെഡ് ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ RKG എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇതിൽ നെയ്യാണ് അല്ലേ? നെയ്യാണ്. അതെ. ഓക്കെ. ഈ വെളിച്ചെണ്ണ പൊള്ളത്തില്ലാന്ന് ചേട്ടൻ പറഞ്ഞത് എന്താണ്? അതെ, അത് പൊള്ളത്തില്ല. അത് ഈ മാവ് അത്രയും സ്ട്രോങ് ഉള്ള സാധനമാണ് ഈ മാവ്. അപ്പം ഈ മാവ് ഒഴിക്കുന്നതനുസരിച്ചിട്ട് അതിന്റെ വെളിച്ചെണ്ണന്റെ സ്ട്രോങ് കുറയ്ക്കും. അപ്പം വെളിച്ചെണ്ണന്റെ സ്ട്രോങ് ഈ മാവ് കുറച്ചോളും. വെള്ളത്തിന്റെ ഒരു എഫക്ട്. അതെ, എഫക്ട് ഉണ്ടാവുള്ളൂ. അതേ സ്ഥാനത്ത് അലുവ മേലെ അരിയിൽ പൊള്ളും. അലുവ തട്ടി പൊള്ളും. വരില്ല. അതെ, ഒട്ടിപ്പിടിക്കും. ഇനി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൈമാറി കൊണ്ട് കിടക്കും. ഇതിന് തന്നെ ഉണ്ടല്ലോ ഒരു 10-15 കിലോ. ഇതൊരു 5 കിലോ ഉണ്ടാവും. അപ്പൊ ഇത് ഏകദേശം ആയില്ലേ ചേട്ടാ? പകുതി വേവായിട്ടുണ്ട്. ഇത് എത്ര കിലോ ആണ് നമ്മളിപ്പം ഉണ്ടാക്കുന്നത്? ഇതിപ്പോ 35 കിലോ ഹൽവ ഉണ്ടാവും. 35 കിലോ ഹൽവ. അതെ, ഒരു ചെമ്പിൽ 35 കിലോ ഉണ്ടാവും. ഓക്കെ. ചേട്ടാ ഏറ്റവും കൂടുതൽ ഇവിടെ ഓർഡർ കിട്ടുന്ന സമയത്ത്, ഓർഡർ കിട്ടുമ്പോഴല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതെ, ഞങ്ങൾക്ക് ഡെയിലി പണി തന്നെ. ഞങ്ങൾക്ക് കോഴിക്കോടൻ ഹൽവ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 ഷോപ്പുണ്ട് ഞങ്ങൾക്ക് കോഴിക്കോട് സിറ്റിയിൽ. അതിൽ ഏറ്റവും കൂടുതൽ സെയിലാണ് ഞങ്ങളുടെ ഷോപ്പിലാണ് ഹൽവ. കോഴിക്കോട് ഹൽവ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന അധ്വാനിക്കുന്ന ആൾക്കാരാണല്ലോ. അതെ. പിന്നെ ദീപാവലിയുടെ സമയത്തൊക്കെ എങ്ങനെ ഓർഡർ? ഏറ്റവും കൂടുതൽ ഓർഡർ പിന്നെ ഈ ശബരിമല സമയത്താണ് കൂടുതലും ഓർഡർ ഉണ്ടാകുക. പക്ഷെ ഞങ്ങൾ കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ. അതിന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ സമയമില്ല ഇപ്പോൾ. അതൊരു ഓർഡറാണ്. ഓർഡർ ഇങ്ങനെ വന്ന് കിടക്കുക. ഞങ്ങൾ മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഇതിന്റെ അകത്ത്? ഞങ്ങൾ 400 കിലോ, 500 കിലോ, 600 കിലോ, 900 കിലോ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ 1000 കിലോ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം. ഒരു ദിവസം പറഞ്ഞാൽ 6 ചാക്ക് പഞ്ചസാര, 3 ചാക്ക് മൈദ, അത് ഒരു ദിവസം പണിയെടുക്കും ഞങ്ങൾ. ഇപ്പൊ പിന്നെ അങ്ങനെ ചൂട് ഓവറായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ്, അകത്തും ചൂടാണ് പുറത്തും ചൂടാണ്. അപ്പൊ അവിടെ അത്ര എടുക്കാൻ പറ്റില്ല. ഡിസംബറിലൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. ഡിസംബറിൽ നല്ല കൂടുതലേ ഉണ്ടാകുക. 20 മിനിറ്റ് ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. 20 മിനിറ്റ് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ആളിങ്ങനെ കൈമാറി ബാറ്റ് ഇങ്ങനെ അങ്ങോട്ടും കൈമാറി ഒരു സെക്കൻഡ് പോലും നിർത്താണ്ട്. അതായത് ഒരാൾ ഇറങ്ങുമ്പോൾ മറ്റൊരാൾ ഇളക്കിക്കൊണ്ടാണ് കയറുന്നത്. അപ്പൊ അത്രയും പോലും ഒരു പോസ് കൊടുക്കാണ്ട് അവര് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് വേഗം ആയി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കൊരു 10 കിലോ എങ്കിലും എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അതെ, ഇത് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? കാര്യമായിട്ട് പറഞ്ഞതാണോ? ഓ, ഞങ്ങൾ തമാസാണെന്ന് വിചാരിച്ചു. ഇവിടെ സാധനം ഡിമാൻഡാണ് സാധനം. ഇത് ഫ്രീ ആയിട്ട് തരുമോ ചേട്ടാ? ഫ്രീ ആയിട്ട് കിട്ടില്ല. 140 രൂപ. ഫോണൊക്കെ എടുത്ത് നോക്കുന്നു. ഭയങ്കര ബിസിയാണ്. ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ കൂടെ. ഫോൺ എപ്പോഴും അലുവക്ക് ഇങ്ങനെ ഓർഡർ ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുക്കണം. ചകിരിയാണ്. ചകിരിയാണെന്ന് എനിക്ക് മനസ്സിലായി. മതിയോ ചേട്ടാ? ഇത് ഇളക്കണം തോന്നുന്നുണ്ടോ? പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊരു തോന്നലുണ്ട് ഇളക്കാൻ പറ്റുമെന്ന്. ഇല്ല, ഞാൻ ഇളക്കുന്ന നോക്കി നിന്നോളാം. അതായിരിക്കും നല്ലത്. ബിക്കോസ് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഹൽവയാണ്. ഞാനിത് കൊളാക്കുന്നില്ല ഞാനായിട്ട്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും അല്ലേ നിങ്ങൾ? അത് വേവ് ആയിക്കണം എന്നുള്ളത് നോക്കുക. എനിക്കും ആ തടി കഷ്ണം തരും. ഞാൻ ഇന്ന് വേവായാന്ന് നോക്കട്ടെ ചേട്ടാ. നോക്കിയോളൂ. ഒരു തടി കഷ്ണം മുക്കി നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ചൂടാണ് ചേട്ടാ. അത് ഇളക്കുന്ന പതുക്കെ ഇളക്കിക്കേ. ഓക്കെ. കിട്ടി. ഇത് മീൻ പിടിക്കുന്ന പോലെയാണ്. മുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടി. ഓക്കെ. ഇതാണ് നമ്മുടെ കുറച്ച് വെന്ത ഹൽവ. ഇങ്ങനെ നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് എടുത്തു വെക്കാറായോ, കുറച്ചും കൂടി ഇനി വേവണോ. ഇതിപ്പോ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു ചേട്ടന്? ഇപ്പം അത് ഒരു പകുതി വേവില് കൂടുതലായിട്ടുണ്ട്. ആണോ? അപ്പൊ ഇതിന് മാറ്റാം നമുക്ക്. അടുപ്പൊന്ന് മാറ്റാൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂട്ടിയാൽ ശേഷം മാറ്റും. എന്നാലും ഇനി ഇത് ഒരു 2-3 മിനിറ്റ് എടുക്കുന്നതാണ് പറയുന്നത് അല്ലേ ചേട്ടാ? അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ഒരു ബ്രേക്ക് എടുക്കാം. ചേട്ടന് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ബ്രേക്ക് കളിക്കണമെന്നുണ്ട്. അപ്പൊ വെൽക്കം ബാക്ക് ടു മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. നമ്മുടെ ഹൽവ ഏകദേശം ആയി കഴിഞ്ഞു. ഓൾമോസ്റ്റ് 20-25 മിനിറ്റോളം നമ്മൾ ഇളക്കുവാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിന്നല്ല, പുറകിൽ മാംഗോ ഹൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നല്ല മാംഗോയുടെ മണം വരുന്നുണ്ട്. ഇതിന് എന്ത് മണമാണ് ചേട്ടാ വരുന്നത്? ഇത് വെളിച്ചെണ്ണയുടെ മണമാണ്.
ഇത് RKG ഹൽവ. അപ്പോൾ നിങ്ങൾ കടകളിൽ പോകുമ്പോൾ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക RKGയുടെ റെഡ് ഹൽവ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകണം 3 കിലോ കശുവണ്ടി ഇടാൻ പോവാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്. ഇതാണ് ഫൈനൽ അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, 3 കിലോ കശുവണ്ടി ഇതിടുമ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ. ചില ഷോപ്പിലൊക്കെ അടിയിൽ മാത്രമേ ഉള്ളിലിടില്ല. ഓക്കെ. മാത്രം ഉണ്ടാവുള്ളൂ. ആ, അകത്ത് പ്ലെയിൻ ഹൽവ ആയിരിക്കും. ഓക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തും ഹൽവയുടെ അകത്തും കശുവണ്ടി ഉണ്ടാവും. ചേട്ടാ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി, ഇത് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? കുറേശ്ശെ ഉണ്ടാക്കാൻ കഴിയില്ല. ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. ആ, എന്താ അങ്ങനെ? കുറച്ചുണ്ടാക്കുമ്പോൾ ഇളക്കിയെടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റില്ല, കടയിൽ ഇവരുടെ കടയിൽ വന്ന് വാങ്ങിച്ചേ പറ്റൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇനി മാറ്റുവാണോ? ഓക്കെ. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ വെച്ച് പിടിച്ച് രണ്ടുപേരും കൂടി ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് കുറച്ച് നേരം മാറിയിരിക്കാൻ പോവാണ്. നിങ്ങളത് നോക്കിക്കോളൂ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മളിപ്പോൾ എല്ലാം ഹൽവയൊക്കെ റെഡിയായി എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണ ബാക്കിയുള്ള എല്ലാ എണ്ണയും കൂടി ഡ്രമ്മിലേക്ക് ഒഴിക്കുവാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഫൈനൽ ഹൽവ. അതായത് നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. നല്ല ചൂടാണ്. അതിൻ്റെ മേളിൽ ഇത്തിരി കശുവണ്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചേട്ടാ ചെയ്യണ്ടേ? ഇത് ആഷിഖ് ചേട്ടനാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടി. ഇതിൻ്റെ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് 10 കിലോ ആണ് ഒരു കണ്ടെയ്നറിൽ വരുന്നത്. അത്രയും അലുവ ഉണ്ടാവും ഒരെണ്ണത്തിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇടണേന്ന് നോക്കാം. ഇത് ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തോ ചേട്ടാ? ആ, ഓക്കെ. ചൂടോടെ ഇതെടുത്തിടണം കണ്ടെയ്നറിലേക്ക്. ഇനി നെയ്യ് ഇടാൻ പോവാണ്. ഇത്രയും നെയ്യ് വേണോ? ഓൾറെഡി ഇതിൻ്റെ അകത്ത് നെയ്യുണ്ട്. നമ്മൾ എന്നിട്ട് എക്സ്ട്രാ നെയ്യ് ഒഴിച്ച് ഇനി അതിനെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹൽവ എല്ലാം പെട്ടിയിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഹൽവ ഇടിക്കാൻ പോവാണ്. അതെന്തിനാ ഇടിക്കണമെന്നും കൂടെ. ഓക്കെ, സെറ്റ് ചെയ്യാൻ വേണ്ടി ചൂടോടെ തന്നെയാണ് ഇവരിത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കട്ടിയായി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഇനി അതിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അതിൻ്റെ മേളിലൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പം എക്സ്ട്രാ വരും അല്ലേ? ബാലൻസ് ബാക്കിയുള്ള പുറത്തേക്ക് വരും. അപ്പം അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? പറ്റൂ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ചൂടുണ്ടാകും. അപ്പം സൂക്ഷിച്ച് ചെയ്യാം. അത്രയും വേണ്ട കേട്ടോ, എനിക്ക് കുറച്ചൊന്നും ടേസ്റ്റ് ചെയ്യാം. അത് നേരത്തെ തണുത്തിരിക്കുന്ന ഒരെണ്ണമുണ്ട്. ആ വേറെ ഒരെണ്ണം തന്നെ. ഇത് വേറെ കേട്ടോ, ഇത് മാംഗോ. ഇത് പൈനാപ്പിൾ. ഓക്കെ, ഇത് വേറെ ഹൽവയാണ്. ഹൽവ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? നല്ല ടേസ്റ്റാണ്. നല്ല ഉഗ്രൻ ചൂടോടെ ഹൽവ. എനിക്കൊരു കാഷ്നട്ട് കിട്ടി. സൂപ്പർ. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ്. ഹൽവയുടെ ഫൈനൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് നമ്മൾ കടകളിൽ അയക്കുമ്പോൾ ഇപ്പം ഇവർ മുറിക്കത്തില്ല. കടകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ഹാർഡാവും അല്ലേ? ഹാർഡാവും. അപ്പം മുറിക്കാനും ഈസിയാണ്. എന്നിട്ട് മുറിച്ചിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും.